ഒരു സസ്പെൻസ് ത്രില്ലറാണ് മെയിൻലി ഈ കഥ പറയുന്നത്. ഫ്രണ്ട്സ് ആണെങ്കിലും നമുക്ക് അവരുടെ സ്വഭാവങ്ങൾ അറിയണമെന്നില്ല, നമ്മൾ ചെയ്യുന്ന ജോലി എന്താണെന്നും പറയാൻ പറ്റില്ല, നമ്മുടെ സമൂഹം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് തന്നെയാണ് ഈ സിനിമയിൽ വിളിച്ചു പറയുന്നത്. എനിക്ക് ഞാൻ പറയാന്ന് വെച്ചാൽ ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആണ്, സാറിന്റെ കൂടെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് മനസ്സിലുണ്ടാവും അയ്യോ എങ്ങനെയായിരിക്കും ഫസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ. പക്ഷെ സാർ നല്ല കൂളായിട്ടാണ് സംസാരിക്കുന്നത്. നമുക്കൊരു സപ്പോർട്ടും കോൺഫിഡൻസും ഒക്കെ സാർ തരുന്നുണ്ട്. ഞങ്ങളുടെ ക്യാരക്ടർ റിയൽ ആയിട്ട് ഒരു അച്ഛനും റിയൽ ആയിട്ട് ഒരു മകളും അങ്ങനെ ലൈഫ് കൊടുത്ത് അങ്ങനെയാണ്. എന്റെ ഫ്രണ്ട്സ് എന്റെ റൂമിൽ കൊണ്ട് ഒതുക്കി ചിലവോട് കുറച്ചാണ്. സുൽഫിക്ക ആ കാര്യത്തിൽ ബുദ്ധിമാനാണ്. അവിടുത്തെ അതേ ഫ്രണ്ട്സ് 8-10 ദിവസം എന്റെ കൂടെ ഉണ്ടായിരുന്നത്. 10 ദിവസം ഞങ്ങൾ ദുബായ് മൊത്തത്തിൽ കറങ്ങി കണ്ടു. അത് മൊത്തം സ്പോൺസർ ചെയ്തതും കാര്യങ്ങളും ചെയ്തതും സുൽഫിക്കയാണ്. അങ്ങനെ ഒരു ഭാഗ്യം കൂടി ഞങ്ങൾക്ക് കിട്ടി. ഹലോ. അപ്പോ ഇതാണ് ഫ്രണ്ട്ഷിപ്പ്. ആ മൂവിയിലെ കുറച്ച് വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മൈസെൽഫ് ആർജെ കിരൺ. ഈ സിനിമയിലെ ഒരു ചെറിയൊരു നായകനാണ്. ചെറുതല്ല, അങ്ങനെയല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിന്റെ ഒരു സ്റ്റോറി പറയുന്ന ഒരു മൂവിയാണ്. അതില് ഒരു പ്രണയം എനിക്കുണ്ടെന്ന് മാത്രം. ഓരോ ക്യാരക്ടറിനും ഓരോ റോൾസുകളുണ്ട്. ചന്ദനയാണ് ഇതിലെ ഒരു നായിക. എന്റെ പേര് ചന്ദന അരവിന്ദ്. കോഴിക്കോടാണ് വീട്. ഇതില് ഹീറോയിനായിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് പരിചയപ്പെടുത്താൻ ഞാൻ ചന്ദനയുടെ അച്ഛനായിട്ട് അഭിനയിച്ചു ഈ ഫ്രണ്ട്ഷിപ്പ് മൂവിയില്. ബാക്കി പറഞ്ഞല്ലോ, ബാക്കി ചന്ദന പറയും. എന്റെ പേര് സുൽഫിക്കർ. 4 ഫ്രണ്ട്സില് ഒരു ഫ്രണ്ട്സ്. അപ്പൊ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര വാല്യൂ ആണ്. ലൈക്ക് എന്തിനും ഏതിനും കൂടെ നിൽക്കുന്നവര് അല്ലെങ്കിൽ ചങ്ക് പറിച്ചേരുന്ന ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെയാണ് ഈ സിനിമയിൽ മൊത്തം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആണ്. 2 ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എന്ന് വേണം പറയാനായിട്ട്. ചന്ദനയോട് വേറൊരു ഹീറോയിനും കൂടി ഉണ്ട്. പുള്ളിക്കാരി ദുബായിലാണ്. ചിത്ര എന്നാണ് പേര്. അപ്പൊ അവരൊരു വേറെ ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ 4 പേരും ഒരു ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള, അതായത് സ്കൂൾ കാലഘട്ടത്തിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, കോളേജിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, നമ്മള് നടക്കാൻ പോകുമ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും, ജിമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. ഞങ്ങൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ഫ്രണ്ട്സുകളാണ്. അതായത് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് പോകേണ്ടതെന്ന് പറഞ്ഞാല് അതങ്ങനെ പെട്ടെന്ന് ഒരു ഫ്രണ്ട്സ് ആവുന്ന ഒരു സർക്കിളും കൂടിയല്ല. ഇപ്പൊ കോളേജിലാവുമ്പോൾ നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നു, വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ വേറൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ. അങ്ങനൊരു ഗ്രൂപ്പാണ് ഞങ്ങളുടെ കഥ പറയുന്നത്. അപ്പൊ ആ കഥ പറയുന്നതില് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കാലഘട്ടത്തിന് പറ്റിയൊരു സിനിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. പേര് നമ്മൾ കേൾക്കുമ്പോൾ ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം എന്ന് തോന്നുമെങ്കിലും സൗഹൃദമല്ല. അതെ, ഒരു സസ്പെൻസ് ത്രില്ലറാണ് മെയിൻലി ഈ കഥ പറയുന്നത്. ഫ്രണ്ട്സ് ആണെങ്കിലും നമുക്ക് അവരുടെ സ്വഭാവങ്ങൾ അറിയണമെന്നില്ല, നമ്മൾ ചെയ്യുന്ന ജോലി എന്താണെന്നും പറയാൻ പറ്റില്ല, നമ്മുടെ സമൂഹം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് തന്നെയാണ് ഈ സിനിമയിൽ വിളിച്ചു പറയുന്നത്. സുൽഫിക്ക പറയൂ, ബാക്കി ഇപ്പൊ നേരത്തെ പറഞ്ഞു പല ഏജിലുള്ള ബോണ്ടിലുള്ള ഫ്രണ്ട്സ് ആണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ തമ്മിലും ഒരു ഏജ് ഡിഫറൻസ് ഉണ്ടായിരുന്നു റിയൽ ലൈഫിലും? അപ്പൊ ആ ഒരു ബോണ്ടിങ്ങും ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞാല് ഒരു 10-15,000 ശമ്പളം കിട്ടുമ്പോ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യുക, കറങ്ങുക, ദുബായിൽ സ്വപ്നം കാണുക, അങ്ങനെയൊക്കെ കറക്കും. സുൽഫിക്കർ എന്ന് പറഞ്ഞാല് സുൽഫിക്ക അങ്ങനെയാണ് വിളിക്കാനായിട്ട്. ഞങ്ങൾ സെറ്റിൽ വന്നപ്പോ തൊട്ട് ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത് സ്പടികൻ ജോർജ് സാർ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സീനിയർ ആയിരുന്നു. ഒരു ഗുരുസ്ഥാനം ഞങ്ങൾ കൊടുത്തിരുന്നു. അതങ്ങനെയാണ്, നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ സ്പടികൻ ജോർജ്, ആ സ്പടികൻ സിനിമയിൽ അദ്ദേഹം വന്നപ്പോ ആ ഒരു മസിൽ പിടുത്തവും ആ ഒരു ക്യാരക്ടർ തന്നെ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ. അത് തന്നെയാണ് ഞാൻ ചെറുപ്പത്തിൽ കണ്ട ഒരു ക്യാരക്ടറാണ്. അത് തന്നെയായിരുന്നു സെറ്റിൽ വന്നപ്പോ അദ്ദേഹം വലിയൊരു സാറ്. ഞാനൊരു ആർജിയാണ്. അപ്പൊ നമ്മൾ മിങ്കിൾ ചെയ്യാനൊക്കെ നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോ ഭയങ്കര കൂളായിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, നമ്മളോട് നന്നായി സംസാരിച്ചു. നമ്മൾ സാധാരണ ഒരു ജാട എന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു സംഭവം ഞങ്ങൾക്ക് ആ സെറ്റില് ആരും ഉണ്ടായിരുന്നില്ല. നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ്. എനിക്ക് ചന്ദനോട് എടുത്ത് ചോദിക്കേണ്ടത്, ചന്ദനയുടെ ഒരു അച്ഛൻ കഥാപാത്രത്തിലാണ് സാറ് വരുന്നത്. നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് എങ്ങനെയാണ്? നമ്മൾ തമ്മിലുള്ള ബോണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാന്ന് വെച്ചാൽ ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആണ്, സാറിന്റെ കൂടെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് മനസ്സിലുണ്ടാവും അയ്യോ
എങ്ങനെയായിരിക്കും ഫസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ. പക്ഷെ സാർ നല്ല കൂളായിട്ടാണ് സംസാരിക്കുന്നത്. നമുക്കൊരു സപ്പോർട്ടും കോൺഫിഡൻസും ഒക്കെ സാർ തരുന്നുണ്ട്. അത്രയും നമ്മുടെ കൂടെ ആരാ ചെയ്യുന്നത്, അവരെങ്ങനെ നമ്മളോട് അഭിനയിക്കുന്നു എന്നുള്ളതും മെയിൻ കാര്യം തന്നെയാണ്. അപ്പോൾ സാറ് നല്ല രീതിയിൽ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അച്ഛൻ മകൾ എന്നുള്ള ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ സാർ? മകൾ എന്ന നിലയിൽ ചന്ദന ഞങ്ങളുടെ ക്യാരക്ടർ റിയൽ ആയിട്ട് ഒരു അച്ഛനും റിയൽ ആയിട്ട് ഒരു മകളും എന്നുള്ള രീതിയിലാണ് അങ്ങനെ ലൈഫ് കൊടുത്ത് അങ്ങനെയാണ്. അപ്പൊ പേടിയില്ല ലൈക്ക് എങ്ങനെയാണ് ലൈക്ക് ഇപ്പൊ മൂവിയിലൊക്കെ നമ്മള് സാർ എന്ന് പറയുമ്പോ കുറച്ച് സീരിയസ് ആയിട്ട് മോളെ കാണാം. അതേപോലത്തെ ഒരു സ്ട്രിക്റ്റ് ഫാദർ ആയിരുന്നു, അത് കൂൾ ഫാദർ ആയിരുന്നു? അതൊക്കെ നമുക്ക് സിനിമ കണ്ടിട്ട് ഇപ്പൊ നമ്മള് പേര് ഫ്രണ്ട്ഷിപ്പ് എന്നാണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് അല്ല സിനിമ, അങ്ങനെയാണോ? ഫ്രണ്ട്ഷിപ്പും ആണ്, ബട്ട് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള പേര് ഫ്രണ്ട്ഷിപ്പിലാണ് അവസാനിക്കുന്നതും, ഫ്രണ്ട്ഷിപ്പിലാണ്. അതിന് നടുവിൽ കുറെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അതില് അതാണ് മെയിൻ പ്രണയമുണ്ട്, അതില് സസ്പെൻസ് ഉണ്ട്. സസ്പെൻസ് ഒരു സസ്പെൻസ് അല്ല, പൊതുവെ എന്ന് പറയുമ്പോ ഒരു യൂത്തിന്റെ പടങ്ങള് ആഘോഷിക്കാറുണ്ട്. അപ്പൊ അതേപോലെ നമുക്ക് യൂത്തുകൾക്ക് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ എന്നുള്ള നിലയിൽ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണോ? ആഘോഷിക്കാനുള്ള എലമെന്റ്സ് ഉണ്ട്. അതായത് നമ്മള് ഒരു പടം എന്ന് പറയുമ്പോൾ അതില് ഒരു പടം എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ കുറെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യും. ഇപ്പൊ നമ്മളൊരു വലിയൊരു ബഡ്ജറ്റ് അല്ലെങ്കിലും ഇതൊരു സിനിമ തന്നെയാണ്. വലിയ ബഡ്ജറ്റ് എന്നല്ല, അത്യാവശ്യം ബഡ്ജറ്റുള്ള ഒരു പടം തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ കാണുന്ന അല്ലെങ്കിൽ പ്രേക്ഷകർ കാണുമ്പോൾ നമ്മള് കോടികളിലെ കണക്ക് പറയുന്ന ഒരു പടത്തിലേക്ക്, പടം ചെറുതായാലും വലുതായാലും അതൊരു പടം തന്നെയാണ്. ഇതിൽ നമ്മളെ സംബന്ധിച്ചോളം യൂത്തിന് മാത്രമല്ല ഓരോ കുട്ടികളും കണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ സിനിമയിൽ വിളിച്ചു പറയുന്നത്. നമ്മൾക്ക് ഒരാളെ എങ്ങനെയും വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് അതെ പറയാനത് ആ ഒരു ഫ്ലോയില് പറഞ്ഞു. സോങ് ഉണ്ടല്ലോ ദുബായിലെ ടീസർ ഷൂട്ട് ചെയ്തുള്ളത്, ആ സോങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഷൂട്ട് ചെയ്ത് അവസാനിച്ച് പടം ഞങ്ങൾ പാക്ക്. പക്ഷെ സുൽഫിക്ക പറഞ്ഞു അദ്ദേഹം ഒരു പ്രവാസിയാണ്, ഒരു റിയൽ ലൈഫ് പ്രവാസിയാണ്, ഒരു ഗോൾഡൻ വിസ ഹോൾഡറും കൂടിയാണ്, അപ്പൊ അദ്ദേഹത്തിന് വലിയൊരു ഗ്രൂപ്പ് ഓഫ് കമ്പനി ഉണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ദുബായിൽ ഒരു സോങ് ചെയ്താലോ. അപ്പൊ നമ്മള് ചിന്തിക്കുക അതിന്റെ ബഡ്ജറ്റ്, അതിനുള്ള കാര്യങ്ങള്. സുൽഫിക്ക പറഞ്ഞു ഞങ്ങള് 4 ഫ്രണ്ട്സ് ആണല്ലോ, സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് തുടർന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാനായാലും ഉണ്ണിച്ചേട്ടനായാലും അനയായാലും സുൽഫിക്ക എപ്പോഴും കോൺടാക്ട് ചെയ്തു. എന്റെ ഫ്രണ്ട്സ് എന്റെ റൂമിൽ തന്നെ ഒതുക്കി ചിലവോട് കുറച്ചാണ്. സുൽഫിക്ക ആ കാര്യത്തിൽ ബുദ്ധിമാനാണ്. അവിടുത്തെ അതേ ഫ്രണ്ട്സ് 8-10 ദിവസം എന്റെ കൂടെ ഉണ്ടായിരുന്നു. 10 ദിവസം ഞങ്ങൾ ദുബായ് മൊത്തത്തിൽ കറങ്ങി കണ്ടു. അത് മൊത്തം സ്പോൺസർ ചെയ്തതും കാര്യങ്ങളും ചെയ്തതും സുൽഫിക്കയാണ്. അങ്ങനെ ഒരു ഭാഗ്യം കൂടി ഞങ്ങൾക്ക് കിട്ടി. ഓൾറെഡി കണ്ടിട്ടുണ്ട്, പക്ഷെ കാണാത്തവർക്ക് കാണാൻ പറ്റി. സോങ് 1.6 മില്യൺ അടിച്ചത് യൂട്യൂബ് ചാനൽ. ഹബീബി അത് പാടിയിരിക്കുന്നത് സിയ ഉൽ ഹക്ക് ആണ്. സിയ ഉൽ ഹക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുപാട് സിനിമയിൽ ഹിറ്റുകൾ സമ്മാനിച്ച ഒരു അദ്ദേഹം. ഏത് പാട്ടെന്ന് അറിയൂ? എനിക്ക് പറയാനുള്ളത് ഈ പടം ഞാൻ എന്റെ ഫ്രണ്ട്സുകൾ കുറെ പ്രൊഡ്യൂസർമാരുണ്ട്, ഞാൻ കുറെ പടം കണ്ടിരുന്നു. പടത്തെ കുറച്ച് കുറ്റം പറയാനില്ല, എന്നാലും ഈ പടം ഞാൻ കണ്ടു. ഞാൻ കുറെ പടങ്ങൾ കാണാറുണ്ട്, തിരക്കേടില്ല. അപ്പൊ ജനങ്ങൾ ഏറ്റെടുക്കണം. ഈ പറഞ്ഞ പോലെ ഏറ്റെടുക്കട്ടെ. നിങ്ങളും എന്താ പറയാ ന്യൂ കമേഴ്സിനും നന്നായിട്ട് മലയാളം ഇൻഡസ്ട്രി വെൽക്കം ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടട്ടെ. ഇപ്പൊ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ പടത്തില് ഞാൻ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. ഇത് 1 ഹിറ്റ് ആവും. എനിക്ക് എന്തേലും കിട്ടുകഴിഞ്ഞാല് ഞാൻ കുറച്ച് ഫണ്ടൊക്കെയുണ്ട്, കിട്ടുന്ന പൈസ മൊത്തം പാവങ്ങൾക്കാണ് ചാരിറ്റി. അത് വലിയൊരു കാര്യമാണ്. ഞാൻ പറയാം, അല്ല അദ്ദേഹം ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു കാര്യം. പ്രളയം വന്നില്ലേ, ആ ടൈമില് തന്നെ കേരളത്തില് ഏറ്റവും ആദ്യം പെരുമാൾ കൊടുത്ത ടീമാണ് ഞാൻ. അങ്ങനെ എല്ലാരും ചിന്തിക്കാനും തന്നെ ഒരുപാട് പേര്. അപ്പൊ ഈ പടം ജനങ്ങളെ ഏറ്റെടുക്കണം, കണ്ടിട്ട് നല്ല അഭിപ്രായം വേണം. ഈ പറഞ്ഞ പോലെ തന്നെ പടം എല്ലാവരും ഏറ്റെടുക്കരുതെന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ്.